നീലാംബുദ ശ്യാമള കോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണൗ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. കേരളീയർ ഈശ്വരാരാധനയ്ക്കും പുരാണ പാരായണത്തിനുമായി കർക്കടക മാസത്തെ കണ്ടുവരുന്നു. മിഥുനമാസത്തിന്റെ അവസാനം ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്ന മാസമാണ് കർക്കടകം. കർക്കടകം 1-ാം തീയതി സംക്രമത്തിനു ശേഷം വീട്ടിൽ കയറി വരുന്ന ഐശ്വര്യദേവത ആ മാസം മുഴുവൻ നമ്മുടെ കുടുംബങ്ങളിൽ സാന്നിധ്യം ചെയ്യുന്നു. ഈ സമയത്ത് ദേവീ പൂജ നടത്തുക, ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരാണ കഥകൾ പറയുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുക എന്നിവ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. കർക്കടക മാസത്തിൽ ക്ഷേത്ര സന്നിധാനങ്ങൾ ദർശനം ചെയ്യുന്നത് പാപങ്ങളെ പരിഹൃതമാക്കുകയും ചെയ്യുന്നു. ശ്രീ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരാണമാണ് രാമായണം. അതുകൊണ്ട് തന്നെയാവാം കർക്കടക മാസം മലയാളികൾ രാമായണ മാസമായി ആചരിക്കാൻ കാരണം. കർക്കടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത രജോഗുണ പ്രധാനമത്രേ. അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ നിഷ്ഠയും ക്രമവും പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശാസ്ത്രങ്ങൾ പറയുന്നു. അതിനുള്ള പോംവഴി എന്ന നിലയിലും രാമായണ പാരായണത്തെ കണക്കാക്കുന്നു. ഗൃഹങ്ങളിലെ സ്ത്രീകൾ വ്രതാനുഷ്ഠാനത്തോടുകൂടി പുരാണ പാരായണം നടത്തുക എന്നതാണ് കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് അധികം ആളുകളും വായിച്ചിരുന്നത്. അത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള മൂല്യത്തെ വളർത്തുന്നതാണ്. അതിപ്പോൾ ഭാരതം പോരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തേ ഭാരതം അല്ലാണ്ടായേ? അത് ഈ ശ്രീരാമനായിട്ടുള്ള ബന്ധം കൊണ്ടായി എന്ന് വരാം. ഈ കാലഘട്ടത്തിന് ഭാരതം പിന്നെ കലഹം ഉണ്ടാക്കുന്നൊരു ഒരു പറയലുണ്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ. പരമാചാര്യനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭക്തിയുടെയും മോക്ഷത്തിൻ്റെയും ഉന്നതിയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നു എന്നതാണ് രാമായണ പാരായണത്തിൻ്റെ ഫലശ്രുതി. രാമായണം മുഴുവനും വായിക്കാൻ സാധിക്കാതെ വന്നാൽ സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ മതിയെന്നും പറയാറുണ്ട്. ശ്രീരാമ ഭക്തനായ ഹനുമാന്റെ സാന്നിധ്യം സുന്ദരകാന്ഡ പാരായണ വേളയിൽ ഉണ്ടാകുമത്രേ. രാമായണത്തിലെ ഒരു ശ്ലോകം കേട്ടാൽ മുക്തനായി തീരുകയും നിത്യപാരായണം നടത്തിയാൽ അശ്വമേധയാഗം നടത്തിയതിന്റെ ഫലവും ലഭിക്കും. ഒരിക്കൽ കേൾക്കുകയോ ഗ്രന്ഥത്തെ നമിക്കുകയോ ചെയ്താൽ സർവ പാപമുക്തിയും സർവ പൂജാഫലവും പറയുന്നു. നിശ്ചലം സർവോപാധി നിർമുക്തം